ഈ ക്രിയേറ്റീവ് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആളൊരു സംഭവം അല്ലേ, എന്താ കഴിവ്, അതുപോലെ ക്രിയേറ്റീവ് ഫീൽഡിലോട്ടൊക്കെ പോയാൽ കൊള്ളാന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ച് ഡൗട്ട് അടിച്ചിരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മേ ബി ചിലപ്പോൾ നിങ്ങളും അതിലൊരാളായിരിക്കാം. ബീയിങ് ക്രിയേറ്റീവ് എന്നാൽ എന്താണ്? ക്രിയേറ്റീവ് ആളുകൾ അവരുടെ വർക്കിനുള്ള ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് നേടിയെടുക്കുന്നത്? ക്രിയേറ്റീവ് ആളുകൾ കോപ്പി അടിക്കാറുണ്ടോ, അതോ അവരുടെ വർക്കിനുള്ള ഐഡിയ മറ്റൊരു ഇൻസ്പിറേഷൻ ഒന്നും ഇല്ലാതെ എവിടുന്നോ പൊട്ടിമുളച്ച് വരുന്നതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്നൊരു ബുക്കിലൂടെ ഓസ്റ്റിൻ ക്ലിയോൺ ഇതിനെ കുറിച്ച് ഒരു 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഒരു ബുക്ക് സമറി വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ബുക്കാണ്, വളരെ ചെറിയൊരു ബുക്കാണ്. ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അവരുടെ വർക്കിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. 10 things nobody told about being creative. Steal like an artist by Austin Kleon. Number 1, steal like an artist. Nothing is original in this world എന്നാണ് ഈ ബുക്കിൽ ഓഥർ പറയുന്നത്. ഏതൊരു ക്രിയേറ്റീവ് വർക്ക് എടുത്ത് നോക്കിയാലും അതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് മറ്റൊരു വർക്കിൽ നിന്നോ ഓർ മറ്റേതെങ്കിലും സോഴ്സസിൽ നിന്നോ ഒക്കെ ഇൻസ്പയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതായിരിക്കും. എവറി ന്യൂ ഐഡിയ ഇസ് ജസ്റ്റ് എ മാഷപ്പ് ഓർ റീമിക്സ് ഓഫ് വൺ ഓർ മോർ പ്രീവിയസ് ഐഡിയാസ്. അതുകൊണ്ട് നല്ല ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, മ്യൂസിക്സ്, ബുക്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ ചൂസ് ചെയ്യുക. അവരുടെ തോട്ട്സ് ആൻഡ് ടീച്ചിങ്സ് ഒക്കെ ഗ്രാസ്പ് ചെയ്ത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും നോട്ട് ചെയ്ത് വെക്കുന്നത് വേസ്റ്റ് ആണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്കിന് ഇൻസ്പയർഡ് ആവുന്നതും നിങ്ങളുടെ ഐഡിയാസ് ആൻഡ് തോട്ട്സിന് റെസനേറ്റ് ആവുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് മാത്രം കളക്ട് ചെയ്ത് വെക്കുക. ധാരാളം ബുക്സ് വായിക്കുക. അതുപോലെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട്ബുക്ക് കരുതുക. എപ്പോഴൊക്കെയാണോ ഒരു ഐഡിയ സ്പാർക്ക് ചെയ്യുന്നത്, അതുപോലെ ചില കോൺവെർസേഷൻസോ സിറ്റുവേഷൻസിലൂടെ ഒക്കെ പോകുമ്പോൾ ഇത് കൊള്ളാലോ, എന്റെ അടുത്ത വർക്കിന് ഇത് ഇൻസ്പയർഡ് ആകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ആ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അനലോഗ് തന്നെ വേണമെന്നില്ല, ഫോണിൽ നോട്ട്സ് ആയിട്ടോ പിക്ചേഴ്സ് ആയിട്ടോ ഒക്കെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൽ ചിലതൊക്കെ ഉടനെ തന്നെ യൂസ്ഫുൾ ആവും, മറ്റു ചിലതൊക്കെ അറ്റ് എ ലേറ്റർ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും യൂസ് ആവുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, കളക്ട് ഓർ സ്റ്റീൽ ആസ് മച്ച് ആസ് പോസിബിൾ. നമ്പർ 2, ഡോണ്ട് വെയിറ്റ് അണ്ടിൽ യു നോ ഹൂ യു ആർ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്തൊക്കെയോ ചെയ്യണമെന്ന് മനസ്സ് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങണം, ഞാൻ ഇതിനൊക്കെ റെഡി ആണോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നത് നാച്ചുറൽ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിയേറ്റീവ് അല്ലയോ എന്നൊരു ഡൗട്ട് കാരണം തന്നെ ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ബട്ട് ഓഥർ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റ് ആകണം, ദെൻ ഒരു ആർട്ടിസ്റ്റ് എന്താണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്തു തുടങ്ങുക. ഈവൻ ഇതുവരെ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിലും ആർട്ടിസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അത് ചെയ്തു തുടങ്ങുമ്പോൾ പതിയെ നമ്മളും ആർട്ടിസ്റ്റ് ആകും. അല്ലാതെ ഐ എം നോട്ട് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് മാറി ഇരുന്ന് കഴിഞ്ഞാൽ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവില്ല. മറ്റൊരു ആർട്ടിസ്റ്റിന്റെ സ്റ്റൈല് കണ്ട് അത് കോപ്പി ചെയ്യുമ്പോൾ ജസ്റ്റ് സ്റ്റൈല് മാത്രം കോപ്പി ചെയ്യാതെ അതിന്റെ പിന്നിലെ തോട്ട്സ് ആൻഡ് ഐഡിയാസ് അതെല്ലാം കോപ്പി ചെയ്യാനായിട്ട് നോക്കുക. സോ ഡോണ്ട് വെയിറ്റ് അണ്ടിൽ യു നോ ഹൂ യു ആർ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 3, റൈറ്റ് ദ ബുക്ക് യു വാണ്ട് ടു റീഡ്. ചില മൂവീസിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അത് കണ്ടിട്ട് ഫസ്റ്റ് പാർട്ട് ആയിരുന്നു നല്ലത്, സെക്കൻഡ് ഞാൻ വിചാരിച്ചത്ര വന്നില്ല എന്നുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊരു ഹ്യൂമൻ നേച്ചർ ആണ്. ഈവൻ ദോ ചില ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ മൂവി ഡയറക്ടേഴ്സോ ഓതേഴ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്താലും അതിന്റെ സീക്വൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ മൈൻഡ് ചിന്തിക്കാറുണ്ട്. ആ ഒരു നേച്ചർ നമുക്ക് ക്രിയേറ്റീവ് ഫീൽഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുതരം ഇൻഡയറക്ട് സ്റ്റീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓൾറെഡി സക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത മൂവീസ്, ബുക്സ്, മ്യൂസിക് അതിനെ ബേസ് ആക്കി വെച്ച് നിങ്ങളുടെ ക്രിയേറ്റീവ് എലമെന്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഡിഫറെന്റ് വർക്ക് കൊണ്ടുവരിക. അതിപ്പോ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പാട്ടിന്റെ കവർ സോങ് ഉണ്ടാക്കുന്നത്, മൂവീസിലെ ചില ക്യാരക്ടേഴ്സോ തീംസ് ഒക്കെ യൂസ് ചെയ്ത് ആർട്ട് വർക്ക് ചെയ്യുന്നവര്, ഓർ ഫണി ആനിമേഷൻ ക്ലിപ്സ് ചെയ്യുന്നത്. ഈവൻ ദോ മറ്റൊരു വർക്കിലെ ക്യാരക്ടേഴ്സ് ഓർ മ്യൂസിക് നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങളുടെ ഔട്ട്പുട്ടിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊണ്ട് അതിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കുക. അതാണ് റൈറ്റ് ദ ബുക്ക് യു വാണ്ട് ടു റീഡ്. നമ്പർ 4, യൂസ് യുവർ ഹാൻഡ്സ്. നല്ലൊരു ക്രിയേറ്റീവ് വർക്ക് കൊണ്ടുവരാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് അവേ ഫ്രം ദ സ്ക്രീൻസ് എന്നാണ് ഓഥർ പറയുന്നത്. ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ നമ്മുടെ കൈകള് കൂടുതലും ടൈപ്പ് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടേഴ്സ്, ഫോണ് അല്ലെങ്കിൽ മറ്റേത് ഡിജിറ്റൽ ഡിവൈസും നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഐഡിയാസ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അതുകൊണ്ട് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് എടുത്തു വരുന്ന സമയം കഴിയുന്നതും അനലോഗ് മെത്തേഡ്സ് തന്നെ യൂസ് ചെയ്യുക. ഒരു ബുക്കിലോ പേപ്പറിലോ ഒക്കെ നമ്മുടെ കൈകൾ കൊണ്ട് എഴുതുക, വരയ്ക്കുക, പ്ലാൻസ് ഒക്കെ ഇടുക. അതിനുശേഷം ആ ക്രിയേറ്റ് ചെയ്ത ഐഡിയാസ് ബിൽഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ ഇതിനൊക്കെ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുക. നമ്പർ 5, സൈഡ് പ്രോജക്ട്സ് ആൻഡ് ഹോബീസ് ആർ ഇമ്പോർട്ടന്റ്. പ്രൊഡക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനിടയിൽ സംടൈംസ് ബ്രേക്ക് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ചെയ്യാനുള്ള ടാസ്ക് പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കുന്ന സമയങ്ങളിലോ പ്രൊഡക്റ്റീവ് ആയിട്ട് സൈഡ് പ്രോജക്ട്സ് ഓർ ഹോബീസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുന്ന സൈഡ് പ്രോജക്ട്സ് എപ്പോഴും ഒന്നിലധികം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് മടുക്കുമ്പോൾ മറ്റത്, അല്ലെങ്കിൽ അതിൽ ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന്, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ബോർ
അടിച്ചിരിക്കാനും ഒരു സമയം കണ്ടെത്തുക. നല്ല നല്ല ഐഡിയാസ് ഒക്കെ മനസ്സിൽ വരുന്നത് മിക്കവാറും വേറെ ഒന്നും ചിന്തിക്കാതെ ബോറടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രോജക്ട്സിനൊന്നും നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഒന്നും കിട്ടാത്ത സമയത്ത് വീട്ടിലെ കുറച്ച് ബോറ് പണികളിലേക്ക് പാത്രം കഴുകി വെക്കുന്നത്, വീട് ക്ലീൻ ആക്കുന്നത്, ഡ്രസ് അയൺ ചെയ്യുന്നത്, ഒരു ലോങ് വാക്കിന് പോകുന്നത്, അതൊക്കെ ചെയ്യുക. സംടൈംസ് when you avoid planned work, your mind will get focused and get creative ideas. Also ഹോബി എന്നത് നിങ്ങളുടെ മൈൻഡിലെ ക്രിയേറ്റിവിറ്റിക്കും റിലാക്സേഷനും വേണ്ടിയിട്ട് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഹോബിയിൽ നിന്നൊക്കെ ഒരു വരുമാനം കണ്ടെത്തണം, ഫേമസ് ആവണം എന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും സംടൈംസ് നമ്മുടെ ഹോബി നമ്മൾ മുമ്പ് എൻജോയ് ചെയ്തതുപോലെ ചിലപ്പോൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഹോബീസ് എപ്പോഴും അധികം പ്രഷർ ഇല്ലാതെ അധികം പെയിൻ ഇല്ലാതെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രം കാണുക. നമ്പർ 6, the secret, do good work and share it with people. ഒരുപാട് ആളുകൾക്കും അവരുടെ വർക്ക് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യണമെന്നൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് അത് സക്സസ് ആയിട്ട് ചെയ്യുക എന്ന ഐഡിയാസ് ഉണ്ടാവില്ല. അതിനുള്ള സീക്രട്ട് ഇതാണ്: ഡു ഗുഡ് വർക്ക് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് പീപ്പിൾ. വിത്തൗട്ട് ഷെയറിംഗ് നിങ്ങളുടെ വർക്ക് ആരും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ വർക്കൊക്കെ നല്ലതായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഫുള്ള് ബിസിയാണ്. അവർക്ക് എല്ലാവരെയും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ ഒരു നല്ല വർക്ക് ഒരിക്കൽ ചെയ്തു, അത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യണമെന്നുമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഗുഡ് വർക്ക് ചെയ്തോണ്ടേ ഇരിക്കുക, അതുപോലെ ഷെയറും ചെയ്യുക. ദെൻ യു വിൽ ടേൺ ടു നോൺ ഫ്രം അൺനോൺ. ഓക്കെ, ബട്ട് ഹൗ ടു ഷെയർ മൈ വർക്ക് എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ആണ് ഇന്റർനെറ്റ്. നിങ്ങളുടെ വർക്ക് എന്ത് തന്നെ ആയിക്കോട്ടെ, ദർ ആർ മൾട്ടിപ്പിൾ വേസ് ടു ഷെയർ ദാറ്റ് ഇൻ ഇന്റർനെറ്റ്. അത് ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്ലസ് പോയിന്റ് ആണ്. യൂട്ടിലൈസ് ദാറ്റ് ബെനിഫിറ്റ്. ഇതൊരു 2 സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, വണ്ടർ അറ്റ് സംതിങ്. സ്റ്റെപ്പ് നമ്പർ 2, ഇൻവൈറ്റ് അതേഴ്സ് ടു വണ്ടർ വിത്ത് യു. എല്ലാവരും ആപ്പിൾസിനെ കുറിച്ചിട്ട് വണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഓറഞ്ചസിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം അധികം ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നോ, ആക്ച്വലി ആ ഒരു ഐഡിയ മറ്റുള്ളവരുടെ തോട്ട്സ് ആൻഡ് ഫീഡ്ബാക്സിൽ നിന്നും കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ട് വരുന്നത് കാണാം. സോ ഇന്റർനെറ്റിനെ നമ്മുടെ ഫിനിഷ്ഡ് വർക്ക്സ് ഓർ ഐഡിയാസിനുള്ള ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് മാത്രം കാണാതെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനുള്ള ഒരു ഇൻക്യുബേറ്റർ പ്ലേസ് ആയിട്ട് കാണാം. ഇങ്ങനെ നിങ്ങളുടെ വർക്ക്, അതിന്റെ പ്രോസസ്സ്, ബിഹൈൻഡ് ദ സീൻസ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് മൂലം ഒരുപാട് പേർ ഇൻസ്പയർഡ് ആകും. അത് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി ചിലപ്പോൾ നമ്മൾ ഇത്തിരി ഹെസിറ്റന്റ് ആകാം. ഇങ്ങനെ എന്റെ വർക്കിലെ എല്ലാ കാര്യങ്ങളും സീക്രട്സും ഇതൊക്കെ ഷെയർ ചെയ്താൽ വർക്കിന് ഹെൽപ്പ് ആവുമോ ഓർ കോമ്പറ്റീഷൻ കൂടുമോ എന്ന്. അങ്ങനെ തോന്നുന്ന ടൈമിൽ ഓതർ പറയുന്ന ഒരു കാര്യമാണ് ഷെയർ യുവർ ഡോട്ട്സ് ബട്ട് ഡോണ്ട് കണക്ട് ദം. മറ്റുള്ളവർക്ക് വാല്യൂ കിട്ടുന്ന പോലത്തെ ചെറിയ ചെറിയ ഗ്ലിംസ് ഓഫ് വർക്ക് മാത്രം ഷെയർ ചെയ്യുക. ഒപ്പം ഇന്റർനെറ്റിൽ ഷെയർ ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ടെക്നിക്കൽ നോളജ് കൂടി ഗെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യും, ബ്ലോഗ് പോസ്റ്റ് എങ്ങനെ എഴുതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്പർ 7, ജോഗ്രഫി ഇസ് നോ ലോങ്ങർ അവർ മാസ്റ്റർ. ഇന്റർനെറ്റ് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഡോണ്ട് റെസ്ട്രിക്ട് യുവർ സെൽഫ് തിങ്കിങ് അബൌട്ട് ദ ലിമിറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ പ്ലേസ് വേർ യു ലിവ് ഇൻ. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുതിയ ഐഡിയാസ് ഓർ പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മടി പിടിച്ചിരിക്കരുത്. മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡിലുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. വർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം, കുറച്ച് സമയം, പിന്നെ കുറച്ച് സെൽഫ് ഇമ്പോസ്ഡ് സോളിറ്റ്യൂഡ്, ഇതൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു സോളിറ്റ്യൂഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ അതിനെ സ്യൂട്ട് ആവുന്ന മറ്റൊരു പ്ലേസ് കണ്ടുപിടിക്കുക. വേർ യു ക്യാൻ സിറ്റ് ആൻഡ് ഡു യുവർ വർക്ക് ഇൻ ഫുൾ ഫോക്കസ് ഹാവിംഗ് സോളിറ്റ്യൂഡ്. ഓൾസോ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പറ്റുമ്പോൾ ട്രൈ ടു ലീവ് യുവർ ഹോം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചു വരാം. ഇതെന്തിനാ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും യൂസ്ഡ് ആയിട്ടുള്ള എൻവയറമെന്റും ആളുകളും ഒക്കെ ആയിട്ട് ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നല്ലൊരു ഔട്ട്കമ്മിന് യു ഹാവ് ടു മേക്ക് യുവർ ബ്രെയിൻ കം ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ. പല സ്ഥലങ്ങൾ കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോഴേ നമ്മുടെ മൈൻഡിനെ നമ്മൾ കാലാകാലങ്ങളായി പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് വിൽ ഓൾവേസ് മേക്സ് അവർ ഐഡിയ ആൻഡ് വർക്ക് മോർ ക്രിയേറ്റീവ് ആൻഡ് വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴുള്ള സ്ഥലത്ത് അധികം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒരു കാര്യം തുടങ്ങുന്നത് മടി പിടിച്ചിരിക്കാനും പാടില്ല. അതുപോലെ ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്നും അനങ്ങുകയേ ചെയ്യില്ല എന്ന് പറഞ്ഞ് കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാനും പാടില്ല. ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക. നമ്പർ 8, ബി നൈസ്. ദ വേൾഡ് ഇസ് എ സ്മോൾ ടൗൺ. മേക്ക് ഫ്രണ്ട്സ് ആൻഡ് ഇഗ്നോർ എനിമീസ്. എല്ലാവരും ഇത്ര ഹൈപ്പർ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും കുറിച്ച് നല്ലതോ ചീത്തയോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും അറിയും. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം തിങ്കിങ് അബൌട്ട് ഡീലിംഗ് യുവർ എനിമീസ്, ജസ്റ്റ് ഇഗ്നോർ ദം. അതുപോലെ ടു മേക്ക് ഫ്രണ്ട്സ്, സേ ഗുഡ് തിങ്സ് അബൌട്ട് ദം. നമുക്ക് ചുറ്റുമുള്ളവർ എങ്ങനെയുള്ളവരാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുക. നല്ല കൂട്ടുകെട്ടിൽപ്പെട്ടാൽ നല്ലതാകും, ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാൽ ചീത്തയാകും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണിത്. ഇന്റർനെറ്റിന്റെ കാര്യത്തിലും ഓൾവേസ് സ്റ്റാൻഡ് നെക്സ്റ്റ് ടു എ ടാലന്റ്. അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ ഫോളോ ചെയ്യണം, കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വൈസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുപ്പിഡ് സ്റ്റെപ്സും ഉണ്ടാവും ഇന്റർനെറ്റിൽ. നമുക്ക് ശരിയല്ലാത്തത് കറക്റ്റ് ചെയ്യാൻ വിചാരിച്ച് എല്ലാവരെയും കറക്റ്റ് ചെയ്യാൻ പോയാൽ നമ്മുടെ
വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ. സോ ഡോണ്ട് പിക്ക് ഫൈറ്റ്സ് ഇൻ ഇന്റർനെറ്റ്. ആ ടൈം യൂസ്ഫുൾ ആവുന്നതും മൈൻഡിന് സാറ്റിസ്ഫൈ ആവുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഓൾസോ ബി നൈസ് ആൻഡ് അപ്രീഷിയേറ്റീവ്. മറ്റൊരാളുടെ വർക്ക് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല കമന്റ്സ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ആളിന്റെ എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റിലും ലിങ്ക് ഷെയർ ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുമായിട്ടുള്ള കണക്ഷൻ കൂടുകയേ ഉള്ളൂ. അതിനോടൊപ്പം അവെയർ ആയിട്ട് ഇരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വൺസ് യു പുട്ട് യുവർ വർക്ക് ഇൻ ടു ദ വേൾഡ് യു ഹാവ് നോ കൺട്രോൾ ഓവർ ദ വേ പീപ്പിൾ വിൽ റിയാക്ട് ടു ഇറ്റ്. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കണം എന്നില്ല. അങ്ങനെ ഉണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സുമായിട്ട് കംഫർട്ടബിളും ആകുക. നമ്പർ 9, ബി ബോറിംഗ്. ഇറ്റ് ഈസ് ദ ഓൺലി വേ ടു ഗെറ്റ് വർക്ക് ഡൺ. യൂഷ്വലി 9 to 5 ഓഫീസ് ജോബ്സ് ഒക്കെ ചെയ്യുന്നവരുടെ ലൈഫ് ബോറായിരിക്കും. ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്താല് ലൈഫ് നല്ല അടിപൊളിയായിട്ടൊക്കെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കൊണ്ടുപോകണം എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ ആൻഡ് ദ പെർസ്പെക്ടീവ് ടുവേർഡ്സ് വർക്ക്. ഈ ഒരു ചാപ്റ്ററിൽ ഓദർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ക്രിയേറ്റീവ് ആൾക്കാരൊക്കെ നല്ല അടിച്ചു പൊളിച്ച് നടക്കുന്ന ടീംസ് ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മളും അതേപടി ഫോളോ ചെയ്യണമെന്നില്ല. ക്രിയേറ്റിവിറ്റിക്ക് ഒരുപാട് മൈൻഡ് ആൻഡ് എനർജിയുടെ ഒക്കെ ആവശ്യമുണ്ട്. അത് ആവശ്യമില്ലാത്ത ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈല് അതിലൊക്കെ ചിലവാക്കി വേസ്റ്റ് ആക്കാനുള്ളതല്ല. ഫോർ ദാറ്റ് സംടൈംസ് ചില കാര്യങ്ങളോടൊക്കെ നോ പറഞ്ഞ് ഒരു ബോറ് പേഴ്സൺ ആയിട്ട് ഇരുന്നാലും ദാറ്റ്സ് ഓക്കെ. അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രെസ്സിൽ പെട്ട് നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വിടാതെയും നോക്കുക. പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക. കീപ് യുവർ ഡേ ജോബ്. ഭയങ്കര ലക്കി ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റുള്ളൂ. സ്റ്റിൽ നമ്മളൊരു റൈറ്റ് ട്രാക്കിൽ ഫസ്റ്റ് തന്നെ എത്തിയാലും ഒരു ഡീസന്റ് മണി ഏൺ ചെയ്ത് ഫാമിലി നല്ലപോലെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഇയേഴ്സ് വേണ്ടി വരും. അതുവരെ ഒരു ഡേ ജോബ് മസ്റ്റ് ആണ്. അത് ഫിനാൻഷ്യൽ സ്ട്രെസ്സിൽ നിന്നും നിങ്ങളുടെ മൈൻഡിനെ ഫ്രീ ആക്കും. ഒരു ഡേ ജോബ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എസ്പെഷ്യലി ഒരു റൂട്ടീൻ സെറ്റ് ആകും. ആകെ ഒരു വേസ്റ്റ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഡേ ജോബ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരുപാട് സമയം അതിനായിട്ട് ചിലവഴിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ പാഷനുമായിട്ടൊക്കെ അലൈൻഡ് ആവുന്ന ഒരു ഡേ ജോബ് തന്നെ ചൂസ് ചെയ്യുക. സോ അതിൽ നിന്നും നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് ആവശ്യമായ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ ആളുകളുമായി കണക്റ്റഡ് ആയിട്ടിരിക്കാനോ സമയമില്ല എന്നുള്ള കംപ്ലൈന്റ് വരില്ല. ആസ് പെർ പാർക്കിൻസൺസ് ലോ, വർക്ക് ഗെറ്റ്സ് ഡൺ ഇൻ ദ ടൈം അവൈലബിൾ. ഡോണ്ട് ലൂസ് ട്രാക്ക്. നമ്പർ 10, ക്രിയേറ്റിവിറ്റി ഈസ് സബ്ട്രാക്ഷൻ. ചൂസ് വാട്ട് ടു ലീവ് ഔട്ട്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഇൻഫർമേഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. അധികമായാൽ അമൃതം വിഷമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റ്ലെസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആലോചിച്ച് തന്നെ ക്രിയേറ്റിവിറ്റി അവിടെ ബ്ലോക്ക് ആയിട്ടിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്റെ വർക്ക് നല്ല സൂപ്പർ ആകും, ഈ പുതിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താലേ എന്റെ ഔട്ട്പുട്ട് നല്ലതാകുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ഒന്നും ചെയ്തു തുടങ്ങാതെ ക്രിയേറ്റീവ് ബ്ലോക്കിൽ ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ വി ഹാവ് ടു ചൂസ് സംതിങ് ടു ലീവ്. ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ് ഫോർ നോട്ട് വർക്കിംഗ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ടൈം, സ്പേസ്, റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് റൈറ്റ് നൗ വർക്ക് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന ബുക്കിന്റെ ഒരു സമ്മറി. ഇത് എല്ലാ ചാപ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു ചെറിയ സമ്മറി വീഡിയോ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ബുക്ക് വായിക്കുന്നതാണ് നല്ലത്. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ധാരാളം ബുക്സ് വായിക്കുക, ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.